friends, welcome to my channel. അപ്പോൾ ഇന്ന് എങ്ങനെ ഒരു റിയലിസ്റ്റിക് ചെറി വരയ്ക്കാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കളർ പെൻസിൽ ഡോംസിൻ്റെ ആണ്. ഇത് വന്നിട്ട് 100 രൂപീസിൻ്റെ പാക്കാണ്. ഇതിലിപ്പോൾ ഉള്ളത് 24 ഷെയ്ഡ്സ് ഓഫ് കളറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഡോംസിൻ്റെ കളർ പെൻസിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഷീറ്റ് വന്നിട്ട് ബ്രസ്റ്റോടെ ആർട്ടിസ്റ്റ് ഡ്രോയിങ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. 200 GSM A4 സൈസ് ഷീറ്റാണ്. ഇത് നമ്മുടെ ആർട്ട് സപ്ലൈ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. പെൻസിലുകൊണ്ട് ലൈറ്റായിട്ട് നമ്മുടെ ഷീറ്റിൽ നമുക്ക് ഒരു ഔട്ട്ലൈൻ ഇടാം. ഓക്കെ, നമ്മുടെ ഔട്ട്ലൈൻ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് റെഡ് കളർ എടുത്തിട്ട് നമ്മളിപ്പോൾ വരച്ച ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കാക്കി കൊടുക്കാം. ഈ പാക്കിൽ ഇപ്പോൾ വരുന്നത് 2 ഷെയ്ഡ്സ് ഓഫ് റെഡ് ആണ്. അപ്പോൾ അതിലത്തെ ലൈറ്റസ്റ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഔട്ട്ലൈനൊക്കെ ഡാർക്കാക്കി കഴിയുമ്പോൾ നമ്മുടെ പിക്ക് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് റെഡ് കളർ എടുത്തിട്ട് നമ്മൾ ഈ വരച്ച ആ ഒരു ഇന്നർ ഏരിയ മൊത്തമായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഇതുപോലെ മടക്കിയിട്ട് മൊത്തമായിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സെയിം റെഡ് വെച്ചിട്ട് ഒരു ലെയറും കൂടി നമുക്ക് കൊടുക്കാം. ചെറിയല്ല, അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലെയറും കൊടുക്കുകയാണ്. ദെൻ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, ആസ് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ. ദെൻ തേർഡ് ലെയറും കൂടി കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പാക്കിലെ നെക്സ്റ്റ് ഷെയ്ഡ് ഓഫ് റെഡ് വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒക്കെ നമുക്കൊന്ന് ഡാർക്കൺ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഔട്ട്ലൈൻ വരച്ചപ്പെട്ട വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കൺ ചെയ്യുക. ദെൻ അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ വരച്ച എല്ലാ വാട്ടർ ഡ്രോപ്ലെറ്റ്സും ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ എല്ലാ വാട്ടർ ഡ്രോപ്ലെറ്റ്സും അതുപോലെ ഷെയ്ഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്ത് ഡാർക്കർ ഷെയ്ഡ്സ് വരുന്ന റീജിയനിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മെയിനായിട്ട് വരുന്നത് നമ്മുടെ തണ്ടിൻ്റെ ബോട്ടം ഏരിയ, പിന്നെ ബബിൾസിൻ്റെ എഡ്ജസ് ഒക്കെ, വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ എഡ്ജുകളിലൊക്കെ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് കൊടുക്കാം. ഇനി ഡ്രോപ്ലെറ്റ്സിലെ കുറച്ച് ഏരിയാസൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടോംബോ മോണറൈസറാണിപ്പോൾ. അപ്പോൾ അത് വെച്ചിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഒരു സർട്ടൺ ഏരിയ ഞാനിപ്പോൾ ചെയ്യണ പോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് അവിടുത്തെ കളറ് കുറച്ച് മാച്ച് കൊടുക്കാം. ഇതുപോലെ വൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് അതിൻ്റെ ഒരു എഫക്റ്റ് വരുള്ളൂ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്താണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വരച്ച വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഷേപ്സ് ആക്കി നമുക്ക് ഈ വൈറ്റ് കളർ ഒന്ന് കൊടുക്കാം. നമ്മൾ വരച്ച വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആ ചെറിയുമെന്ന് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. ആ ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വൈറ്റ് ജെൽ പെൻ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ ഡ്രോപ്ലെറ്റ്സും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത്, നമ്മുടെ ചെറിയമ്മയ്ക്ക് ലൈറ്റ് ഫോളോ ചെയ്യുന്ന പോർഷൻ, അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ചെറിയ റീജിയൻ ആ റെഡ് കളറൊന്ന് മാച്ച് അവിടെ ഒരു വൈറ്റ് ഷെയ്ഡ് കൊടുക്കുകയാണ്. ദെൻ നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഡാർക്കർ ഷെയ്ഡ് ഓഫ് റെഡ് യൂസ് ചെയ്ത് ബാക്കി റീജിയനൊക്കെ ഒന്ന് ഡാർക്കർ ചെയ്തെടുക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലൈറ്റ് ഫോളോ ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്നാണ്. അപ്പോൾ റൈറ്റ് സൈഡ് ഡാർക്കർ ആയിരിക്കും. ലൈറ്റ് ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് റീജിയൻ മൊത്തമായിട്ട് ഡാർക്കർ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടി റെഡിൻ്റെ ഡാർക്കർ ഷെയ്ഡ് കൊടുക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്രോപ്ലെറ്റ്സും ബാക്കി എഡ്ജസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾ നേരത്തെ വൈറ്റ് ഹൈലൈറ്റ് കൊടുത്ത പോർഷനിൽ കുറച്ച് റെഡ് കയറ്റി കൊടുക്കുക. അതായത് വൈറ്റ് പക്ക ആക്കി ഇടാണ്ട് ഒരു റെഡ് ഷെയ്ഡ് അതിന് മുകളിൽ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് കൂടുതൽ കിട്ടും.
ഇനി നമുക്ക് തണ്ടിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായി ഫസ്റ്റ് തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ട് ആ തണ്ട് നമ്മൾ വരച്ച റീജിയൻ മൊത്തമായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ട് ഇപ്പോൾ വരച്ച തണ്ടിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ലെഫ്റ്റ് ചെയ്തിട്ടേക്കണ വൈറ്റ് പോർഷനിലേക്ക് ഞാനൊരു യെല്ലോയിഷ് ഷെയ്ഡ് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ലെയർ കൊടുത്തിട്ട് നെക്സ്റ്റ് അവിടേക്ക് ബ്ലാക്ക് കൊണ്ട് ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കാം. നമുക്കൊരു ലൈറ്റ് ബ്രൗണിഷ് കളർ കിട്ടും. ദെൻ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് അവിടുത്തെ മെയിൻ റീജിയനൊക്കെ ഡാർക്കറാക്കി എടുക്കാം. ഇനി ബ്ലാക്ക് വെച്ചിട്ട് അവിടെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗമില്ല, അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ അവിടെ ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് കൊണ്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലൈറ്റ് ഫേസ് ചെയ്തിരിക്കുന്ന, അതായത് ലെഫ്റ്റ് സൈഡിലത്തെ ഡ്രോപ്ലെറ്റ്സിനും കൂടി ബ്ലാക്ക് കൊണ്ട് ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ബാക്കി ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഒരു ബ്ലർ എഫക്റ്റ് ആയിരിക്കും. ഇനി ഞാൻ മോണോറൈസർ വെച്ച് നമ്മൾ നേരത്തെ കൊടുത്ത ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുകയാണ്. നമ്മുടെ തണ്ടിനൊരു ഷൈനിങ് അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടി വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രൈപ്സ് ഇട്ട് കൊടുക്കാം. ജെൽ പെന്നിൻ്റെ ഇങ്ക് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ ഒരു ലെയർ കൊടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് റൈറ്റ് റീജിയനിലും പിന്നെ നമ്മൾ ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കുന്ന റീജിയനിലും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരാം, കാരണം അവിടെ നമുക്ക് ലൈറ്റ് ഒന്നും കിട്ടണില്ല. നെക്സ്റ്റ് നമ്മൾ ഷാഡോ കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് തന്നെ ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ഫ്ലോറിൽ ആ ഇരിക്കുന്ന ഒരു പോർഷന് ഹൊറിസോണ്ടലായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഡാർക്ക് റെഡ് യൂസ് ചെയ്യുക. പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ്, നല്ല ഡാർക്കായിട്ട് അവിടെ തീരെ ലൈറ്റ് എത്താത്ത കാരണം സോ നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് ആ ഷാഡോ കൊടുക്കുന്നത്. നമ്മൾ ഷാഡോയ്ക്ക് കൊടുക്കുന്ന അതേ ബ്ലാക്ക് തന്നെ നമുക്ക് ചെറിയിലേക്കും കുറച്ചും കൂടി കടത്തി അടിക്കാം. ഇനി നമുക്ക് വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്ത് ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ ചെറി ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ടച്ചപ്പ് ആയിട്ട് ബാക്കി ഷെയ്ഡിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കാം. ചെറിയുടെ റെഡും തണ്ടിൻ്റെ ഗ്രീനും ഒക്കെ നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇനിയും ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതും കൊടുക്കാം. പിന്നെ നമ്മൾ മുന്നിട്ട ഹൈലൈറ്റ്സ് കളർ വെച്ച് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ടോംബോ റൈസർ വെച്ചിട്ട് മാച്ചു കൊടുക്കാം. കളർ പെൻസിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഞാൻ കംപ്ലീറ്റ്ലി കളർ പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുന്ന ഫസ്റ്റ് പിക്കാണിത്. അപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് തോന്നി, നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കളർ പെൻസിൽ യൂസ് ചെയ്തൊരു റിയലിസ്റ്റിക് ചെറി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരയ്ക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ ഇൻസ്പയർഡ് ആയിട്ട് ആരെങ്കിലും വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ ഒന്ന് ടാഗ് ചെയ്യുക. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.